അപ്പോൾ ഇന്ന് നമ്മുടെ കൊഴുക്കട്ട ശനിയല്ല, അപ്പോൾ ഞങ്ങൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന 1/2 ഗ്ലാസ് നമ്മുടെ മട്ട റൈസ് ആട്ടോ. അത് നന്നായിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വറുത്തെടുക്കണം ഇത്. അപ്പം നമ്മുടെ അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാണ്, അതുകൊണ്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വറുത്തിട്ടുണ്ട്. അത് വേറെ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഏലക്ക, ഇനി നമ്മുടെ ഏലക്ക പൊടിക്കലാട്ടോ അടുത്ത പരിപാടി. 2 ഏലക്കയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് നന്നായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടി 1 സ്പൂൺ പഞ്ചസാരയുടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഏലക്കയും ശർക്കരയും നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അരി വറുത്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ അരി വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ശർക്കര നമുക്ക് അലിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗ്രേറ്റ് ചെയ്ത ശർക്കര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മുടെ ശർക്കര. അപ്പോൾ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ശർക്കരയിൽ കല്ലും ഒന്നും ഇല്ലാത്ത ശർക്കരയാട്ടോ, അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല, ഡയറക്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം. ഈ അരിപ്പൊടിയാണ് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ അരിപ്പൊടി അളന്നെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഏലക്കായും പഞ്ചസാരയുടെ പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ കൂട്ട് നമ്മുടെ തേങ്ങ, ശർക്കര, ജീരകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മുടെ അരി പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാവേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കുന്ന കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാം. നമ്മുടെ മാവ് മിക്സ് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിക്കാവേ. അപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരണം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി എടുക്കാം കേട്ടോ. പൊടി ഒരു 3-4 ഗ്ലാസോടെ എടുക്കാം. ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ എടുക്കുന്നത്. 1 2 4 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാക്കി പരിപാടി നമ്മുടെ മാഷിന് കൈമാറുകയാണ്. കുറച്ചുകൂടി വേണം. മതിയോ? കേട്ടിട്ടുണ്ടേ, പൊടി ഇട്ടിട്ടുണ്ടേ. നമ്മുടെ തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമല്ലോ, അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്പൂണും കൊണ്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സ്പൂണും കൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേ. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഈ കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ കൊഴുക്കട്ട എത്രത്തോളം സോഫ്റ്റ് ആകണമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക.
കൈ പൊള്ളുന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ മുക്കിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാട്ടോ ഇത്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ആ ചൂടോടുകൂടി ചൂടാറുന്നവർ വെയിറ്റ് ചെയ്യരുത്. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് കോഴിക്കട്ട കിട്ടത്തുള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കോഴിക്കട്ട ഉണ്ടാക്കുന്നതെന്നൊന്ന് മെസ്സേജ് ഇടണേ. ചില സൈഡിലേക്കൊന്നും ഈ അരി വറുത്ത് പൊടിക്കണ പരിപാടിയൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. സാധാരണ നമ്മൾ കോഴിക്കട്ട കഴിക്കുന്നേക്കാളില്ലേ ഈ നമ്മുടെ അരി വറുത്ത് പൊടിച്ചിട്ട് നമ്മുടെ തേങ്ങ ശർക്കരപ്പാനിയിലൊക്കെ ഇട്ട് പൊടിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോഴിക്കട്ടയുടെ ഉള്ളിൽ വെക്കത്തില്ലേ, അതിനാട്ടോ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടായി നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൈ പൊള്ളുന്നുണ്ട്, ഇടയ്ക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്, കൈ നനച്ചിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൽ ആണ് ഞാൻ കോഴിക്കട്ട ആവി കയറ്റിയെടുക്കുന്നത്. അത് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു കുഴി ഉണ്ടാക്കണം. അതാണിപ്പോൾ ചേട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഇതിനകത്ത് ഫില്ല് ചെയ്യുക. നമ്മുടെ ഉണ്ടോ എല്ലാ സൈഡും ഒരുപോലെ ആകണം നമ്മളിത് വെക്കുന്നത്. എന്നിട്ട് ഒരുപോലെ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുക. ഉണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കട്ട പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടും. ഇനി ഞങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ ഏർപ്പെടാൻ പോവാം കേട്ടോ. നമ്മുടെ ഒരു വിശേഷ ദിവസമല്ലേ. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ചേട്ടായി അല്ലെങ്കിൽ ഞാനുണ്ടാക്കി ചായയുടെ നേരമാകുമ്പോൾ എല്ലാവരും വിളിച്ച് കഴിക്കുന്നു. അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ വിശേഷ ദിവസം ആയതുകൊണ്ട് ജോവിന് നമ്മുടെ പരിപാടിക്ക് ഇങ്ങനെ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കോഴിക്കട്ട ഉരുട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോവിൻ നല്ല കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ചെന്നുണ്ടാക്കി. ജോവിന് ആദ്യം അപ്പ ചെയ്യുന്നത് ഒന്ന് നോക്കി കണ്ടിട്ട് അടുത്ത് തൊട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി പിള്ളേരെ കൊണ്ടല്ല, പിള്ളേർക്ക് ഒരു ഇഷ്ടമാകും. അവർക്ക് ഒരു എപ്പോഴും പഠിച്ചും കളിച്ചും ഇങ്ങനെ ഇരിക്കാതെ ടി വി കണ്ടും മാത്രമേ ഇരിക്കാതെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാവും, നമ്മുടെ പണികളും ഈസിയാവും. ഞാനങ്ങനെ ചെറിയ ചെറിയ പരിപാടിയെല്ലാം ഇവർക്ക് കൊടുക്കാറുണ്ട്. ഫുഡ് കഴിച്ച പാത്രങ്ങൾ അവർ സ്വയം അവരെ കൊണ്ട് കഴിക്കുക, ഉറങ്ങിയ ടൈം ബെഡ്ഷീറ്റ് മടക്കി ശരിക്കും ഇടുക, ബ്ലാങ്കറ്റ് ശരിക്കും മടക്കി വെക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ ബാത്റൂം വാഷ് ചെയ്യാൻ പഠിപ്പിക്കുക. അങ്ങനെ ചെറിയ ചെറിയ പരിപാടി എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ പരിപാടി ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അവന് നോക്കി ഒന്ന് കണ്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ അവനുണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. ജോവിനുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ വരുമായിരിക്കും. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ഉണ്ടാക്കിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഉള്ളിലേക്ക് എല്ലാം ഇടടാ, കേട്ടോ. ജോവിനുണ്ടാക്കിയ കോഴിക്കട്ട ജോവിന് അല്ലേ. അങ്ങനെ അവൻ ഒരു കോഴിക്കട്ട റെഡിയാക്കി എടുത്തേക്കുവാണ്. എങ്ങനെയുണ്ട് കാണിച്ചേ? പൊക്കി കാണിക്കേ. വാവ്, സൂപ്പറായിട്ടുണ്ട്. അവന് ഹാപ്പിയായി. ജോവിന് എത്രാമത്തെയാ? ജോവിന് 3 ഉണ്ടാക്കിയിട്ട് ഫേമസ് ആയിരിക്കുകയാണ്. അടുത്ത് നമ്മുടെ പൊന്നൂട്ടിയുടെ കൂഴാട്ടോ. പൊന്നൂട്ടി ഹാൻഡ് വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. പൊന്നൂട്ടിക്ക് ചേട്ടൻ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അടുത്ത എന്തേ കുജുക്ക് ഉണ്ടാക്കണോ? ചേച്ചി ഉണ്ടാക്കട്ടെ കേട്ടോ. ചേച്ചി ഉണ്ടാക്കുന്ന കാണിച്ചേ, ഇങ്ങ് തിരിഞ്ഞു നിന്നേ. അപ്പോൾ നമ്മുടെ
ചേച്ചിപ്പണ ഉണ്ടാക്കുവാണേ. ആ ഞാൻ നടുക്ക് കുഴി ഉണ്ടാക്ക. നടുക്ക് കുഴി ഉണ്ടാക്കി 2 സൈഡും പൊക്കി വെക്ക്. 2 സൈഡും പൊക്കി വെക്ക്. അപ്പം ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ ചുരുട്ട് വട്ടത്തിൽ ഉരുട്ട്. എന്നിട്ട് നടുക്ക് മാത്രം എന്തോ തക്കുചൂനും ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കാം അമ്മ ഉണ്ടാക്കും. ചേച്ചി ഉണ്ടാക്കുന്നത് എടുക്കട്ടെ, അമ്മ ഫോട്ടോ എടുക്കട്ടെ. നടുക്ക് മാത്രം കുഴിയാക്കി ആ വിരലും കൊണ്ട് കുഴിച്ചാൽ മതി. അങ്ങനെ സൈഡുകളെല്ലാം പൊക്കി വെക്കുക. അങ്ങനെ കുറച്ചുകൂടെ കുഴിയാക്കുക. സൈഡ് പാമത്തല്ലേ, സൈഡ് ചുരുക്കുക. നടു മാത്രം കുഴിച്ചു വെക്കുക. നടു മാത്രം കുഴിച്ചോ. അപ്പോൾ നമ്മുടെ മാവ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഇഡലിപ്പാത്രത്തിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് 10-15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കട്ട റെഡിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തായാലും നോക്കാം നമ്മുടെ കോഴിക്കട്ട കേട്ടോ. നമ്മുടെ കോഴിക്കട്ട നല്ല എന്തൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റായിട്ടുള്ള ദേടായിരിക്കുന്നു. നമുക്കിത് നോക്കാം. ചേട്ടായി നോക്കാവുന്ന മണിക്കൂറായാലും ക്യാമറ ശരിയായില്ല. ഉണ്ടോ സോഫ്റ്റായിട്ടുള്ള ഉണ്ടോ ഇതാണ്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടിരിക്കുകയാണ്. ചായയുടെ കൂടെ നമ്മുടെ നല്ല സോഫ്റ്റ് കോഴിക്കട്ടയുടെ കഴിച്ച് ഇന്നത്തെ ചായ ഉഷാറാക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ചെറിയ ഷോർട്സും